ഹായ് കൂട്ടുകാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. 2ാം ക്ലാസ്സിൻ്റെ തജ്വീദുൽ ഖുർആനിലെ 8ാമത്തെ പാഠഭാഗമായിട്ട് നമുക്ക് വരുന്നത് സൂറത്തുൽ ഇൻഷിഖാഖാണ്. അപ്പോൾ ഇത് 2 ഭാഗമുണ്ട്. അതിൽ 1ാമത്തെ ഭാഗമാണ് നമ്മളിന്ന് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും നന്നായി മനസ്സിലാക്കുക. ഉസ്താദിൻ്റെ ഖിറാഅത്ത് ഞാനിവിടെ ആദ്യം പോസ്റ്റ് ചെയ്യാം, എന്നിട്ട് നമുക്ക് വർക്കൊക്കെ നോക്കാം. ഇൻഷാ അല്ലാഹ് നമുക്ക് സൂറത്തുൽ ഇൻഷിഖാഖ് ഓതാനുണ്ട്. സൂറത്തുൽ ഇൻഷിഖാഖ് ഓതിയാലോ ഇൻഷാ അല്ലാഹ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇദസ് സമാഉ ഇൻശഖ്ഖത് വഅദിനത് ലിറബ്ബിഹാ വഹുഖ്ഖത് وإذا الأرض مدت وألقت ما فيها وتخلت وأذنت لربها وحقت يا أيها الإنسان إنك كادح إلى ربك كدحا فملاقيه فأما من أوتي كتابه بيمينه فسوف يحاسب حسابا يسيرا وينقلب إلى أهله مسرورا وأما من أوتي كتابه وراء ظهره فسوف يدعو ثبورا ويصلى سعيرا إنه كان في أهله مسرورا إنه ظن أن لن يحور بلى إن ربه كان به بصيرا. പിന്നെ إذا السماء انشقت എങ്ങനെ إذا السماء انشقت وأذنت لربها وحقت. തന്നെ കഴിഞ്ഞ സൂറത്തുകളും അങ്ങനെയായിരുന്നു അല്ലേ. ഇദ ശംസു കുവിറത് മുതൽ വഇദൽ അർദു മുദ്ദത് വഅൽഖത് മാ ഫീഹാ വതഖല്ലത്. അവിടെയൊക്കെ ഖാഫൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ. വഅൽഖത് ഖത് ഖത് പറ്റുമോ ഇല്ല. വഅൽഖത് മാ ഫീഹാ വതഖല്ലത് വഅദിനത് ലിറബ്ബിഹാ വഹുഖ്ഖത് يا أيها الإنسان إنك كادح إلى ربك كدحا فملاقيه إنك كادح ശ്രദ്ധിക്കണം. ഓക്കെ. فأما من أوتي كتابه بيمينه فسوف يحاسب حسابا يسيرا. فسوف يحاسب حسابا കളൊക്കെ ക്ലിയർ ആയിരിക്കണം. وينقلب إلى أهله مسرورا. ചില ആളുകൾക്കൊക്കെ അവിടെ ഇല അഹ്ലിഹി ലാ അഹ്ലിഹി. وأما من أوتي كتابه وراء ظهره അങ്ങനെ ഒന്നുകൂടെ. وأما من أوتي كتابه وراء ظهره فسوف يدعو ثبورا ويصلى سعيرا
ഇന്നഹു കാന ഫീ അഹ്ലിഹി മസ്റൂറാ. അവിടെയും പറഞ്ഞ പോലെ അഹ്ലിഹി ആവാതെ മസ്റൂറാ. അടുത്ത ആയത്ത് ശരിക്കും ശ്രദ്ധിക്കേണ്ട ആയത്താണ്. കാരണം എന്താ അറിയോ, തൊട്ട് മുമ്പുള്ള ആയത്തുകളിലൊക്കെ ഓക്കെ യസീറ, മസ്റൂറ, സുബൂറ, പിന്നെയും സഈറ, വീണ്ടും മസ്റൂറ, അങ്ങനെ വന്ന് ഇവിടെ എത്തിയപ്പോൾ നോക്കിയേ ഇന്നഹു ളന്ന അല്ലൻ യഹൂർ. കുറേ ആളുകളുണ്ട് അവിടെ യഹൂറ എന്ന് ഓതുന്നത്. 1 2 10 അല്ല, കുറേ ആളുകൾ അങ്ങനെ ഓതുന്നത് കേട്ടിട്ടുണ്ട്. ഇന്നഹു ളന്ന അല്ലൻ യഹൂറ. തെറ്റാണ്. എങ്ങനെ തന്നെ ആവണം? ഇന്നഹു ളന്ന അല്ലൻ യഹൂർ. ഓക്കെ, പ്രത്യേകം നോട്ട് ചെയ്യേണ്ട സ്ഥലമാണ്. ബലാ ഇന്ന റബ്ബഹു കാന ബിഹി ബസീറാ. ബലാ ഇന്ന റബ്ബഹു കാന ബിഹി ബസീറാ. സദഖല്ലാഹുൽ അളീം. ഓക്കെ, നമുക്ക് എന്താണ് ഇതിൽ വർക്കുകൾ വന്നത്? ഇഖ്ഫാ കബില ഷീന് ഇഖ്ഫാ വരുന്നത് നമ്മൾ മുമ്പൊക്കെ പറഞ്ഞിട്ടുണ്ട്. നൂനിൻ്റെയും തൻവീൻ്റെയും ശേഷം ഇഖ്ഫായിൻ്റെ അക്ഷരങ്ങൾ വരുന്നത്. അപ്പോൾ ഇവിടെ ഷീനാണ്, അപ്പോൾ തൻവീന് ശേഷം ഷീന് വന്നു. ഷൈഇൻ ഷഹീദ് അങ്ങനെ ഓതണം. മിൻ ശആഇർ അങ്ങനെ നൂനിന് ശേഷം ഷീന് വന്നു. ഫമൻ ഷഹിദ, ഇവിടെ നൂനിന് ശേഷം. മിൻ ഷജറത്തിൻ നൂനിന് ശേഷം. ജബ്ബാറൻ ഷക്കിയ, അപ്പോൾ ഇവിടെ തൻവീന് ശേഷം. അദാബൻ ശദീദ തൻവീന് ശേഷം. സബ്അൻ ശിദാദ തൻവീന് ശേഷം. ഗഫൂറുൻ ഷകൂർ തൻവീന് ശേഷം. അപ്പോൾ അത് ഇഖ്ഫാ വന്നത് മനസ്സിലാക്കുക. ഇനി നമുക്കിവിടെ ഇഖ്ഫാ ഇപ്പോൾ മുകളിൽ പറഞ്ഞതുപോലെ ഇഖ്ഫാ നൂനിൻ്റെയും തൻവീൻ്റെയും ശേഷം ഷീന് വന്നത് ഇവിടെ നമുക്ക് അടയാളപ്പെടുത്താനാണ്. അപ്പോൾ ഇവിടെ വന്നിട്ടുണ്ട്, ഇവിടെ നൂനിന് ശേഷം വന്നു, ഇവിടെ നൂനിന് ശേഷം വന്നു. പിന്നെന്താണ്, ഇവിടെ നൂനിന് ശേഷം വന്നു, ഇവിടെ നൂനിന് ശേഷം വന്നു. പിന്നെ എവിടെയാണ് തൻവീന് ശേഷം വന്നു. തൻവീന് ശേഷം വന്നു ഇവിടെ. അപ്പോൾ ഇത്രയാണ് തൻവീന് നൂനിന് ശേഷം ഇഖ്ഫായിന് ഷീന് വന്നത്. അടുത്തത് എന്താണ്? ഇഖ്ഫാ തോ കൊണ്ട് വരുന്നതാണ്. അടുത്തത് തോ കൊണ്ട് ഇഖ്ഫാ ആയതാണ്. നൂനിൻ്റെയും തൻവീൻ്റെയും ശേഷം തോ വന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കാം എവിടെയാണ് വന്നത്. തൻവീൻ്റെയും നൂനിൻ്റെ ശേഷം തോ വന്നത് ഇവിടെ. ഷറാബൻ തുഹൂറ തൻവീന് ശേഷം വന്നു. അടുത്തെവിടെയാണ്? അടുത്തത് ഇവിടെ തൻവീന് ശേഷം തോ വന്നിട്ടുണ്ട്. ഇവിടെ തൻവീന് ശേഷം തോ, ഇവിടെയും തൻവീന് ശേഷം. ഇത് ലാമ് സുക്കൂനുള്ള ലാമ്, അതൊന്നും വേണ്ട കേട്ടോ. പിന്നെ അടുത്തതിൽ ഇവിടെതാ തൻവീന് ശേഷം തോ വന്ന്. അപ്പോൾ തോ വന്നോടത്ത് മുഴുവനും വരച്ചിടണ്ട. നൂനിൻ്റെയോ തൻവീനിൻ്റെയോ ശേഷം തോ വന്നതാണ്. അപ്പോൾ ഞാൻ ഇനി അടയാളപ്പെടുത്താത്തത് ഇവിടെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ അടയാളപ്പെടുത്തണം കേട്ടോ. അപ്പോൾ ഇത്രയാണ് സൂറത്തുൽ ഇൻഷിഖാഖിൻ്റെ ഈ ഫസ്റ്റ് ഭാഗത്ത് വന്ന വർക്കുകൾ. അപ്പോൾ എല്ലാവരും മനസ്സിലാക്കുക. ഉസ്താദിൻ്റെ ഖിറാഅത്ത് കേട്ട് പാരായണം നന്നായിട്ട് മനസ്സിലാക്കി ഓതുക. നമുക്ക് അടുത്ത പാഠവുമായി അടുത്ത വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.